നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വളരെ ചൂട് പിടിച്ച ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ കൊള്ളക്കാരനാണ് ബിജു പ്രഭാകരൻ, പറയാതിരിക്കാൻ പറ്റത്തില്ല. തൊഴിലാളി ദ്രോഹിയാണ്. പഴയ ലോട്ടറി പിൻകാല ലോട്ടറി മാഫികൾ അവർക്കെതിരെ ശബ്ദിക്കുന്നത് കൊണ്ട് അവർ ഗുണ്ടകളെ വിട്ട് എന്നെ തല്ലിക്കുക, വണ്ടി 13 പ്രാവശ്യം എന്നെ തല്ലിച്ചു, 3 പ്രാവശ്യം വണ്ടി ഇടിപ്പിച്ചു. ഇതെല്ലാം സഹിച്ചുകൊണ്ട് എൻ്റെ ശരീരം പലയിടവും ഒടിഞ്ഞു കിടന്നു, നടുവും പെടലിയും കൈയും കാലും എല്ലാം ഒടിഞ്ഞ് പല രൂപത്തിൽ കിടക്കുക. എങ്കിലും ഞാൻ ജീവിക്കുന്നു. ഈ ജിയോ 209/2009 ഉത്തരവിറങ്ങുന്നു. അതിനകത്ത് 14 പേജിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ജോൺ ബ്രിട്ടോ എന്ന് പറയുന്ന അദ്ദേഹം ഇത് ഗവർണർ ഒപ്പിട്ട ഒരു ഉത്തരവ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. 22/10/2024 ഉത്തരവായപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് മനോരമയാണ്, ആദ്യം വിളിച്ചത് മാതൃഭൂമിയാണ്, ദേശാഭിമാനിയാണ്. അവരാരും ഇത് കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പം കാലാകാലങ്ങളായി കേരളത്തിലെ പാവങ്ങളായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള ലോട്ടറി തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടൊരു സമൂഹം ഇവിടെ ജീവിക്കുന്നു. വീട് വെക്കാനും വസ്തു വാങ്ങി വീട് വെക്കാനുള്ള അവകാശം വരെ ഞാനും ഭാര്യയും മകളും ക്ഷേമനിധി അംഗമാണ്. എന്നിട്ട് കൂടി നമുക്കൊരു വീടിന് അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്കീം ഇല്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതിയുടെ 37/715/2017 ഉത്തരവ് അങ്ങോട്ട് ചെന്നപ്പോൾ അവരത് പരിശോധിച്ചു. അവർ 11ാമത് ബോർഡ് യോഗം കൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 79ാമത്തെ ബമ്പറിന്റെ ലാഭത്തിൽ നിന്ന് നിങ്ങൾക്ക് വീട് പണി നടത്തി തരാം. ഒരു ബമ്പറിന്റെ ലാഭം വേണം, അപ്പോഴും വേണം ഒരാൾക്ക് വീട് വെക്കാൻ. പക്ഷേ VS-ന്റെ കാലത്ത് ഒരു 10 കോടി രൂപ ഇത്തരം കാര്യം കൊണ്ട് അലോട്ട് ചെയ്തിരുന്നല്ലോ. അതെ, RT 959/2010 ഉത്തരവിൻ പ്രകാരം 10 കോടി രൂപ അനുവദിച്ചു. 2,78,00,000 രൂപ ചെലവാക്കി VS ഇരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കെല്ലാം 2,000 രൂപ ലഭിച്ചു. അത് കഴിഞ്ഞ് 7,22,00,000 രൂപ ഇവർ കൊള്ളയടിച്ചു. അതിനെതിരെ ഞാൻ ആദ്യത്തെ കേസ് കൊടുത്തു. 1968 ലോട്ടറീസ് ആക്ട് പ്രകാരം ലോട്ടറി വകുപ്പിൽ ഈ സ്ലാബ് സമ്പ്രദായം ഇല്ല. 2005 ഒരു ഉത്തരവ് വന്നു, പേപ്പർ ലോട്ടറി നിയമം. അതിനകത്തും സ്ലാബ് സമ്പ്രദായമില്ല. 2010 കേരള സംസ്ഥാന ഭാഗ്യക്കുറി സംരക്ഷണ നിയമത്തിലും സ്ലാബ് സമ്പ്രദായമില്ല. ഇപ്പോൾ നിങ്ങൾ ലോട്ടറി ഓഫീസ് 7ാം നിലയിൽ നോക്കൂ, അതുപോലെ കേരളത്തിലെ എല്ലാ ഓഫീസിലും നോക്കൂ, ചാക്ക് കണക്കിന് ലക്ഷക്കണക്കിന്. ഇപ്പം കേരളത്തിലെ ഈ ഏതാണ്ട് 160 പരം ഈ കൊല്ലം ജയകുമാർ, SS മണിയൻ, ശിങ്കാരം തുടങ്ങിയവരുടെ സ്വർണ്ണക്കട പോലുള്ള ടിക്കറ്റ് എടുത്ത് ഇവർ എഴുത്ത് ലോട്ടറി നടത്തുകയാണ്. രാജ്യദ്രോഹ കുറ്റമായി ഇവർ നടത്തുന്നത്. കേന്ദ്രത്തിൽ നിന്ന് വായ്പ എടുക്കുന്നതിനും മറ്റ് ലോകബാങ്കിൽ നിന്നൊക്കെ വായ്പ എടുക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ മുമ്പിൽ ഞാനൊരു സജഷൻ വയ്ക്കുകയാണ്. ഇന്ന് വരെ അടിച്ചിട്ടുള്ള ലോട്ടറിയുടെ ആളില്ലാത്ത സമ്മാനത്തുകകൾ മാത്രമല്ല 15 ലക്ഷം കോടി രൂപ അന്യസംസ്ഥാന ലോട്ടറിക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്ന് അക്കൗണ്ട് ജനറലും കൺട്രോൾ ആൻഡ് ഓഡിറ്ററും നിയമസഭയിൽ ധനകാര്യമന്ത്രിയും പ്രഖ്യാപിച്ചതാണ്. ഈ പണമില്ല. ഇതെല്ലാം ഇവർ വാങ്ങിച്ച് ഇവർ കട്ട് തിന്നുക. ചർച്ച നടത്തി ഏപ്രിൽ മാസം 30-നകം 11,000 രൂപ വീതം മുടങ്ങിയ ആനുകൂല്യ അവകാശവും ബാക്കിയുള്ള ആനുകൂല്യവും ക്ഷേമനിധി ഞങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് അടക്കം വിതരണം നടത്താമെന്ന് പറഞ്ഞു. ഇതുവരെ അത് ചെയ്തിട്ടില്ല. നാളിതുവരെ ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ ഇവരെന്നോട് എന്നെ ലോട്ടറി ഓഫീസിലിട്ട് തല്ലി, റവന്യൂ ലോട്ടറി ഓഫീസിലിട്ട് റോഡിലിട്ട് തല്ലിയത് ലോട്ടറി മാഫിയകളും അവരുടെ ഗുണ്ടകളും. ലോട്ടറി ഓഫീസർമാർ ഏറ്റവും കൂടുതൽ കൈക്കൂലി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ലോട്ടറി വകുപ്പ്. എന്ത് ചെയ്താലും ഇവർ ഉദ്യോഗസ്ഥന്മാർ എന്നെ പല രൂപത്തിൽ ഉപദ്രവിക്കുക. എൻ്റെ ടിക്കറ്റ് തരാതെ എന്നെ കഷ്ടപ്പെടുത്തി, എൻ്റെ പ്രൈസ് ടിക്കറ്റ് കൊണ്ടുവരുത്താൻ മാറി തരത്തില്ല. ഇപ്പം ലോട്ടറി ടിക്കറ്റ് കൊണ്ടുപോയാൽ പ്രൈസ് ടിക്കറ്റ് മാറി കൊടുക്കുന്നത് ലോട്ടറി ഓഫീസിലാണ്, അല്ല സ്വർണ്ണക്കടയിലോ കള്ള് ഷാപ്പിലോ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റത്തില്ല. ഇവരത് പിടിച്ചു വെച്ചു. TP സന്തോഷം എന്ന് പറയുന്ന ഒരു ലോട്ടറി ഓഫീസർ, നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിൽ ലൈസൻസ് കമ്മീഷണർ ലാൽജിയും പിന്നെ പോലീസുകാരും കൂടെ വന്ന് എന്താണ് ചേട്ടൻ്റെ ടിക്കറ്റ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ അന്ന് മാഫികളുടെ കൂടെ കള്ള് കുടിച്ചിട്ടിരിക്കുകയാണ്. മുഖയിൽ കള്ള് കുടിച്ചിട്ടാണ് ഓഫീസിൽ ഇരിക്കുന്നത് ചോദിച്ചോട്ടെ പറഞ്ഞു, ഞാൻ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. നീ എന്ത് ഡെപ്യൂട്ടി കളക്ടർ അങ്ങനെ ടിക്കറ്റ് കൊടുക്കും, അങ്ങനെ ANC ഉള്ളതല്ലേ, ഞാനല്ലേ ചോദിക്കുന്നത്, ലാൽജിയാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കയ്യിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ലോട്ടറി വിൽപ്പനക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ വാർത്തയായിട്ടാണ് ചേട്ടാ ഇരിക്കുന്നത്. ഈ 80 വയസ്സ് വരെ നിയമയുദ്ധം നടത്തി, അതായത് ഇന്ന് നമ്മുടെ മുമ്പിൽ ലോട്ടറി മേട്ട് പുഞ്ചിരി തൂക്കി എത്തുന്ന ഓരോ മനുഷ്യരുടെയും നെടുനായകത്വം വഹിച്ച ഒരു വലിയ നേതാവിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദുരവസ്ഥ മാത്രമല്ല ഇതിനകത്തുള്ളത്, ഒരു സമൂഹത്തെ ആകെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളായിട്ടിരുന്നവരുടെ എല്ലാം നെറുകേടിൻ്റെ ഒരു വസ്തുത കൂടിയാണ്. You are watching India's first NGO television, Malanadu TV India.